നമ്മളിപ്പോൾ കാണുന്നത് അൺസ്റ്റിച്ചഡ് സ്യൂട്ട്സ് ആണ്. അപ്പോൾ അതിൽ 2 ഡിസൈൻസ് ഉണ്ട്. അതിലൊന്ന് വന്നേക്കുന്നത് ടിഷ്യൂ വീവിങ് വന്നിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല ഈ മെറ്റീരിയൽ വന്നേക്കുന്ന അൺസ്റ്റിച്ചഡ് സ്യൂട്ട്സ് ആണ്. നല്ല മെറ്റീരിയലുമാണ്, അതുപോലെ നമുക്കൊരു ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയ ഡിസൈനും. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നേക്കുന്നതാണ് 1800 ആ ഒരു റേഞ്ചിൽ. നല്ല ഭംഗിയുള്ള, ഇതിൻ്റെ ദുപ്പട്ടയും കാണാൻ നല്ല ഭംഗിയാണ്. ഇതിന് 4 കളേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ മറ്റൊരു പാറ്റേൺ കാണുന്നത് ഇതുപോലെ എംബ്രോയ്ഡറി ചെയ്ത് വന്നേക്കുന്നതാണ്. ഗജി സിൽക്കിൽ ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയ ഭംഗിയുള്ള എംബ്രോയ്ഡറിയാണ്. അത് ഓഫ് വൈറ്റ് ത്രെഡ് എംബ്രോയ്ഡറി ആയിട്ട് വന്നേക്കുന്നതാണ്. ഇതിൽ 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ടിഷ്യൂ ഫാബ്രിക്കിൽ വന്നേക്കുന്നതാണ്. നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് ഈ മെറ്റീരിയൽ. ഫസ്റ്റ് ഷെയ്ഡിൽ വരുന്നത് മാവ് പിങ്ക് ആണ്. ടിഷ്യൂ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ഈവൻ എനിക്കാണെങ്കിലും നമുക്കൊരു ഭയങ്കര ഗോൾഡൻ ഫീൽ മനസ്സിലാദ്യം തന്നെ വരും. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. ഇതിനകത്തൊരു ചെറിയ വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ഗോൾഡൻ ഫിനിഷാണ് വന്നേക്കുന്നത്. ഫാബ്രിക്കിൽ ഇടയ്ക്കൂടെ ഗോൾഡൻ ഫിനിഷ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ക്രഷ്ഡ് ഫീലുണ്ട് ഇതിന് മെറ്റീരിയലിന്. പിന്നെ ഫ്രണ്ടിലോട്ട് എംബ്രോയ്ഡറി വന്നേക്കാണ്. ചെറിയ ബൂട്ടാസാണ്, അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന രീതിയിലുള്ള എംബ്രോയ്ഡറി ചെയ്ത് വന്നേക്കാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ. ബാക്ക് പോർഷൻ ഇതിൻ്റെ തന്നെ പ്ലെയിൻ ആയിട്ട് വരും. അടുത്ത ദുപ്പട്ടയാണ്. ഞാനതാ പറഞ്ഞത്, നല്ല ഭംഗിയുള്ള ദുപ്പട്ട, നല്ല ക്ലാസി ദുപ്പട്ടയാണ്. ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്ന കളറാണെങ്കിലും നല്ല ഭംഗിയായിട്ടുണ്ട്. ഒരു ഓഫ് വൈറ്റ് ആണ്, ഒരു ക്രീമിഷ് ഓഫ് വൈറ്റ്. അതിൻ്റെ ഇടയ്ക്കൂടെ ഗോൾഡനും കൂടെ വരുന്നത് കൊണ്ടാണ് നമുക്കൊരു ക്രീമിഷ് എഫക്റ്റ് വന്നിരിക്കുന്നത്. അതിലോട്ട് ടോപ്പിൻ്റെ ആ ഷെയ്ഡിലുള്ള ഇതിൽ വന്നിരിക്കുന്ന ഡിജിറ്റൽ പ്രിൻസ് ആണ്. പെട്ടെന്ന് വീവിങ് പോലെ തോന്നിയാലും ഡിജിറ്റൽ പ്രിൻസ് ഫുള്ളായിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ 4 കോർണറിലും ടാസൽസും കൊടുത്തിട്ടുണ്ട്. ഈ മെറ്റീരിയലും വരുന്നത് സെയിം ഈ ടിഷ്യൂ മെറ്റീരിയൽ തന്നെയാണ് അതിൽ വന്നിരിക്കുന്നത്. ഇതുപോലെ വരും ഇതിൻ്റെ ഒരു ഫിനിഷ്. ബോട്ടം വരുമ്പോൾ സിന്തറ്റിക് സിൽക്കാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിസൈൻ ആൻഡ് ഫസ്റ്റ് ഷെയ്ഡ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഷെയ്ഡ് വരുമ്പോൾ ഇതിനൊരു ഗോൾഡൻ യെല്ലോ കളറിൽ ഇതുപോലെ വരും ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ. സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ദുപ്പട്ട ഇതാണ് എൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത്, നല്ല ഭംഗിയായിട്ടുണ്ട്. ബോട്ടം വരുമ്പോൾ സിന്തറ്റിക് സിൽക്കിൽ. ഇനി ഇതിൽ നെക്സ്റ്റ് ഷെയ്ഡ് വരുമ്പോൾ ഒരു ടർക്വൈസ് കളറിലോട്ട്, ഒരു ഡസ്റ്റി ടർക്വൈസ് ആണ്. ഒരുപാട് എടുത്ത് നിൽക്കുന്ന പോലെ ടർക്വൈസ് അല്ല, ഒരു ഡസ്റ്റി ഷെയ്ഡാണ് ഇതിൻ്റെ ദുപ്പട്ട. പിന്നെ ബോട്ടം. ഇനി ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് വരുന്നത് 1899 ആണ്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് പീച്ച് കളർ. പിന്നെ അടുത്തത് ഇതിൻ്റെ ദുപ്പട്ട ആൻഡ് ബോട്ടം. ഇതിൽ 4 ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നോക്കി ചൂസ് ചെയ്യാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതുപോലെ ഗജി സിൽക്ക് ഫാബ്രിക്കിൽ വന്നിരിക്കുന്നതാണ്. നല്ല ക്ലാസി ആയിട്ടുള്ളൊരു സെറ്റാണ്. നമ്മൾ ഇതിൻ്റെയൊക്കെ പല ഡിസൈൻസ് കൊണ്ടുവന്നിരിക്കുന്നത് അതൊക്കെ ഇങ്ങനെ നെക്കിന് ചുറ്റും എംബ്രോയ്ഡറി വരുന്നതാണ്. ഇത് നേരെ താഴെ ഹെം ലൈനിലോട്ട് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഒരു ജാലി പാറ്റേണിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് മുകളിലോട്ട് ഇങ്ങനെ കയറി വരുന്ന രീതിയിലാണ് അതിൻ്റെ ആ ഹെം ലൈനിലുള്ള ഡിസൈൻ വരുന്നത്. പിന്നെ ഫ്രണ്ടിലും ചെറിയ സ്പ്രെഡിങ് വന്നിട്ടുണ്ട് എംബ്രോയ്ഡറി. അതേപോലെ തന്നെ കാന്ത വർക്കും കൂടെ വന്നിട്ടുണ്ട് ഏറ്റവും ഹെം ലൈനിലായിട്ട്. പിന്നെ ഇതിന് സ്ലീവ്സ് അഡീഷണൽ വന്നിട്ടുണ്ട്. 2 സ്ലീവിനും എക്സ്ട്രാ ആയിട്ട് എംബ്രോയ്ഡറി ചെയ്ത സ്ലീവ്സ് വന്നിട്ടുണ്ട്. അത് ഫാബ്രിക് ആണെങ്കിൽ നല്ല സോഫ്റ്റാണ്. ഗജി സിൽക്കിൽ തന്നെ പല വെറൈറ്റി വരും. ഇതിൽ നോക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ചില ഗജി സിൽക്കിൽ ഒരു വീവിങ് വരും, ഇതിൽ അങ്ങനെ വരുന്നില്ല, പ്ലെയിൻ ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോപ്പ്. ദുപ്പട്ട നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ്. ഇത് വന്നിരിക്കുന്നത് ഓർഗാൻസ, വിസ്കോസ് ഓർഗാൻസയിൽ ഫുള്ളായിട്ട് എംബ്രോയ്ഡറി. ഇത് ഫുൾ ഹാൻഡ് വർക്കാണ്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഹാൻഡ് വർക്കാണ് കംപ്ലീറ്റ്ലി വന്നിരിക്കുന്നത് ഫുള്ളായിട്ട്. ദുപ്പട്ടയും ടോപ്പിലും ലേസി സ്റ്റിച്ചസും അതുപോലെ തന്നെ കാന്ത വർക്കും കൂടെ ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് വരുന്നത്. ദുപ്പട്ട നല്ല ഫ്ലോയി ആണ്. വിസ്കോസ് ഓർഗാൻസ് നമുക്കറിയാലോ, ആ ഒരു ഫ്ലോയിനെസ് ദുപ്പട്ടയിലോട്ടുണ്ട്. പിന്നെ ചുറ്റും പൈപ്പിംഗ് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് സെൽഫ് കളറിൽ. ബോട്ടം വരുമ്പോൾ ഷാൻഡു. ഇതിൽ കളേഴ്സ് വരുന്നത് അടുത്ത ഷെയ്ഡ് വന്നേക്കുന്ന ഒരു സേജ് ഗ്രീൻ, ദുപ്പട്ട ആൻഡ് ബോട്ടം. നെക്സ്റ്റ് ഷെയ്ഡിൽ വരുമ്പോൾ ഒരു കോപ്പർ കളറ്, കോപ്പർ ഷെയ്ഡിൽ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് ഒരു ഡസ്റ്റി കോപ്പർ, ഒരുപാട് അങ്ങനെ ഗ്ലേസിങ് അങ്ങനെ വരുന്നില്ല, ഡസ്റ്റി ആയിട്ട് കോപ്പർ ഷെയ്ഡിലോട്ട് വരാണ് എൻ്റെ ദുപ്പട്ട. അടുത്തത് ഗോൾഡൻ യെല്ലോ ആണ് ഇതിൽ വന്നേക്കുന്നത്. നമുക്കിതൊരു ഫങ്ഷനൊക്കെ നല്ല ഭംഗിയായിരിക്കും സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട, ബോട്ടം.